അതേപോലെ മറ്റൊരു ഇൻസിഡൻ്റ് കൂടെ പറയാം. വിവേക് എന്ന് പറയുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹവും മലയാളിയാണ്. അദ്ദേഹത്തെ പോലീസ് വന്ന് ഇഷ്ടം പോലെ അങ്ങ് ചാമ്പിയതിന് ശേഷം അദ്ദേഹത്തോട് പറഞ്ഞു, നീ വിവരം പറയുകയാണെങ്കിൽ, വെളിയിൽ പറയുകയാണെങ്കിൽ നിന്റെ വീട് ഞങ്ങൾ JCB വെച്ച് നിരത്തിക്കളയും. എങ്ങനെയുണ്ട്? ഇത് ഇന്ത്യയിൽ സംഭവിക്കുന്ന കാര്യമാണ്. മതേതരത്വം എന്നൊക്കെ ഇപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് സഹോദരി പറയുകയുണ്ടായി. എന്നാൽ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇതൊക്കെ അണ്ടിയോട് അടുക്കുമ്പോഴേ മാങ്ങായുടെ പുളി അറിയുള്ളൂ എന്ന് നമ്മൾ പറയുന്നത് പോലെ പല കാര്യങ്ങളും നമ്മൾ അടുത്ത് ചെല്ലുമ്പോഴാണ് അറിയുന്നത്. അത് മനസ്സിലാക്കാൻ തക്കവണ്ണം നമ്മുടെ ക്രൈസ്തവ മേലധ്യക്ഷന്മാർക്ക് സാധിച്ചു എന്നുള്ളതിൽ ഇപ്പോഴെങ്കിലും ആ വിധത്തിലേക്ക് കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് വളരെ ചാരിതാർത്ഥ്യമുണ്ട്. ഞാനൊക്കെ ഒരു പക്ഷെങ്കിൽ ആരംഭ സമയം മുതൽ തന്നെ എനിക്കും തിക്തമായ അനുഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് നേരത്തെ തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്നത്. നമ്മുടെ ബഹുമാന്യനായ ഗ്രാം സ്റ്റെയിൻസിനെയും 2 പിഞ്ചോമ്പനകൾ തിമോത്തി, ഫിലിപ്പ് എന്ന് പറയുന്ന കളിച്ചുകൊണ്ട് നടക്കുന്ന കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളെയൊക്കെ ചുട്ടുവന്നതും മാത്രമല്ല നമ്മുടെ ഫാദർ സ്റ്റാൻസാമി, നമുക്ക് ആർക്കെങ്കിലും മറക്കാൻ കഴിയുന്ന ഒരു കാര്യമാണോ? ഒരു സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി രാപ്പകൽ അധ്വാനിച്ച വയോവൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ ജയിലിൽ വളരെ പാർക്കിൻസൺസിൻ്റെ പ്രയാസം ഉണ്ടായിട്ട് പോലും, ഒരു വെള്ളം കുടിക്കുന്ന ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും അതിനൊരു അനുകൂലമായ നടപടിയെടുക്കാതെ അത്ര മൃഗീയമായിട്ട്, അതിനെക്കുറിച്ച് ഞാനൊരു നേതാവിനോട് സംസാരിച്ചപ്പോൾ, ഭരണകക്ഷിയുടെ നേതാവിനോടുകൂടെ, അവിടുത്തെ ഡൽഹിയിലെ നേതാവിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല, അതൊക്കെ കോടതിയല്ലേ നിശ്ചയിക്കുന്നത്. നോക്കി, ഒരു മനുഷ്യനോടുള്ള ദയാദാക്ഷിണ്യം. അദ്ദേഹം എന്ത് കുറ്റം ചെയ്തിട്ടാണ് ആ പാവപ്പെട്ട ഗോത്രവർഗ്ഗക്കാർക്ക് ചിന്താശക്തി പകർന്നു കൊടുത്തുകൊണ്ടാണോ? അവർക്ക് അക്ഷരവിദ്യാഭ്യാസം കൊടുക്കുകയും അവർക്ക് കിട്ടേണ്ടുന്ന വേതനങ്ങൾ കൃത്യമായി കിട്ടണമെന്നും ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ ഭാരത മണ്ണിലുണ്ട് എന്ന് പറയുവാൻ തക്കവണ്ണം അവരുടെ അധരങ്ങളെ ശബ്ദിക്കാൻ തയ്യാറാക്കിയത് കൊണ്ടാണോ ഈ സ്റ്റാൻസാമിയെ ഇവരെ അറസ്റ്റ് ചെയ്തതും അവിടെ വെച്ച് അദ്ദേഹം കൊല്ലപ്പെടുകയൊക്കെ ചെയ്യേണ്ടി വന്നത്? വാസ്തവത്തിൽ അതിന് സർക്കാർ തന്നെയല്ലേ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഉത്തരവാദി എന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയ സമയം അമാന്തിച്ചിരിക്കുന്നു. അപ്പം ഇത്തരത്തിലുള്ള എല്ലാ ഹീനകൃത്യങ്ങൾ ചെയ്യുകയും ഇവിടെ വന്നിട്ട് സൽക്കരിക്കാനായിട്ടും അല്ലെങ്കിൽ കേക്കോ ആപ്പിളോ ഒക്കെ കൊണ്ട് തന്നിട്ട് ഇത് നല്ലതാണ്, മധുരമുള്ളതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു പാലം പണിയാനൊക്കെ ശ്രമിക്കുമ്പോൾ ഇവിടുത്തെ മലയാളി സഹോദരങ്ങൾ അത്ര ബുദ്ധിയില്ലാത്തവരാണോ? ഒന്നുമില്ലെങ്കിൽ ഇവർക്കൊക്കെ 2 അക്ഷരം പറഞ്ഞു കൊടുത്തവരാണല്ലോ ക്രൈസ്തവ സമൂഹം. അപ്പോൾ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാർക്കും അധ്യക്ഷന്മാർക്കും ഒക്കെ ഇവരുടെ ഈ വാലനക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഇത് വാല് വെക്കുമ്പോൾ എന്തിനാണെന്നുള്ളത് നമുക്കറിയാത്തതാണോ? പക്ഷേ ചെറിയ തെറ്റുകൾ പറ്റിയെന്ന് ചില അച്ഛന്മാരൊക്കെ അടുത്ത സമയത്ത് പറയുകയുണ്ടായി. അത് ഞങ്ങൾ തിരുത്തിയിരിക്കുന്നു എന്നും അവർ പറയുകയുണ്ടായി. അത് കേട്ടപ്പോൾ എനിക്കും നിങ്ങളെപ്പോലെ തന്നെ വളരെ സന്തോഷമുണ്ടായിരിക്കുകയാണ്.